ഈയിടെ ഒരു ലേഡി സിവിയർ അബ്ഡമിനൽ പെയിൻ ആയിട്ട് സ്കാൻ ചെയ്യാൻ വന്നു. പൾസൊക്കെ വീക്കായി ഷോക്കിലായിട്ട് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണ് പേഷ്യന്റ് ഉണ്ടായിരുന്നത്. പേഷ്യന്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഹിസ്റ്ററി എടുത്തപ്പോഴാണ് മനസ്സിലായത് പേഷ്യന്റ് പ്രഗ്നൻസി UPT വഴി കൺഫേം ചെയ്തതിന് ശേഷം അത് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എമർജൻസി കോൺട്രസെപ്റ്റീവ് അതായത് IPL പോലുള്ള ഏതോ ഡ്രഗ് വാങ്ങിച്ച് സ്വയം കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഇന്നും പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് എമർജൻസി കോൺട്രസെപ്ഷനും പ്രഗ്നൻസി ടെർമിനേഷനും രണ്ടും രണ്ടാണെന്നുള്ളത്. പ്രഗ്നൻസി വൺസ് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ ഒരിക്കലും എമർജൻസി കോൺട്രസെപ്റ്റീവ് പിൽസായ IPL പോലുള്ള ഡ്രഗ് സ്വയം കൺസ്യൂം ചെയ്യാൻ പാടുള്ളതല്ല. ഈ കുട്ടിയുടെ കേസിൽ ഇതൊരു എക്സ്ട്രാ യൂട്രൈൻ പ്രഗ്നൻസി ആയിരുന്നു. അതായത് യൂട്രസിന്റെ പുറമെ പ്രഗ്നൻസി വളരുക, അത് എക്ടോപിക് റപ്ചർ ആവുകയും സിവിയർ ആയിട്ടുള്ള ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു കേസിൽ മാത്രമല്ല, ചെറുപ്പക്കാരായാലും മുതിർന്നവരായാലും പ്രഗ്നൻസി വൺസ് ടെർമിനേറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള പ്രൊഫഷണൽ ഡോക്ടേഴ്സിന്റെ ഹെൽപ്പ് എടുക്കുകയും അതിനുശേഷം ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് പ്രഗ്നൻസിയുടെ ഗ്രോത്തും പൊസിഷനും ഡിസൈഡ് ചെയ്തതിനു ശേഷം അതിനനുസരിച്ചുള്ള പ്രോപ്പർ ആയിട്ടുള്ള പ്രിസ്ക്രൈബ്ഡ് ഡ്രഗ്സ് ആണ് നമ്മൾ കഴിക്കേണ്ടത്. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും.